ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇത് ഞാൻ എന്നും പറയുന്ന കാര്യങ്ങളാണ്. ഇത് എന്നും എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ കൂടി തന്നെയാണ് കേട്ടോ. അതെന്നും എന്താണ് നല്ല കാര്യങ്ങൾ ചോദിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് കേൾക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ പോകാം. എനിക്ക് 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം വേറെ ഒന്നല്ല, ഇത് 2 ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എനിക്കിതൊരു വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറ്റാതിരുന്നത്, അല്ലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ നമ്മൾ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു, അതിങ്ങനെ എന്താ പറയുക വേവിച്ച് വെക്കില്ലേ, ആ ചക്ക കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെക്കില്ലേ, അങ്ങനെ വേവിച്ച് വെച്ചിരിക്കണതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. 3-4 ദിവസമായി നമ്മളിത് തുടങ്ങിയിട്ട്. ഇപ്പോൾ പണ്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വരട്ടിയെടുക്കുകയല്ലേ ചെയ്യണത്. അത് അങ്ങനെ ആ ചൂടത്ത് നമ്മൾ വിറകടുപ്പിൽ വെക്കുന്ന ആ ഒരു ചൂടിൽ എന്നും എപ്പോഴും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഗ്യാസല്ല ഉപയോഗിക്കണേ. അതുകൊണ്ട് ഞാൻ രാവിലെ നമ്മൾ എണീക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ ചെയ്യും കേട്ടോ. ഒരു 4:30 ആവുന്ന ആ ഒരു ടൈമിൽ ഞാൻ ചെയ്യാറുണ്ട്. ഒരു ടൈമിൽ എണീക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഞാനത് ഇങ്ങനെ ചൂടാക്കി വയ്ക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലത്തെ ചായ കടി ഉണ്ടാക്കൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് ചൂടാറിയെന്ന് തോന്നുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, ഒരു 2-2.5 മണിക്കൂർ ആകുമ്പോഴേക്കും എന്തായാലും ചൂടാറുമല്ലോ. ആ ഒരു ടൈമിൽ ഞാൻ വീണ്ടും അതെടുത്തിട്ട് നല്ല രീതിയിൽ ചൂടാക്കി വയ്ക്കും. പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് ചൂടാക്കും, വൈകുന്നേരം ഒന്ന് ചൂടാക്കും, രാത്രി ഒന്ന് ചൂടാക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്തു. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ദോശ ഉണ്ടാക്കാനായിരുന്നേ. അങ്ങനെ ദോശയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മരം മുറിക്കുന്ന ഒരു സൗണ്ട് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത്. എനിക്ക് പറ്റിയിട്ടല്ല, ഇവിടെ രാവിലെ തുടങ്ങിയിട്ടുണ്ട് മരം മുറിക്കുന്നത്. ആ മരം മുറിക്കലൊന്ന് കഴിഞ്ഞ ആ ഒരു ടൈമിൽ വോയിസ് കൊടുക്കാനിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പണിയിലായിരിക്കും കേട്ടോ. ഇപ്പോൾ സമയം ഈ വോയിസ് കൊടുക്കുമ്പോൾ ഏകദേശമല്ല 2:30 കറക്റ്റ് ആയിട്ടുണ്ട് ടൈം കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും മരം മുറിക്കുകയാണ് കേട്ടോ. മരം മുറിക്കുക എന്ന് പറഞ്ഞാൽ തോലൊക്കെ കടിയില്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ള വിശേഷങ്ങളിലേക്ക് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ നമുക്ക് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിടണം. പച്ചരിയും ചാക്കരിയും ഉലുവയും ഉഴുന്നും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിക്കും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്ത് വയ്ക്കാറുള്ളത്. നമ്മൾ ഇഡ്ഡലിയുടെ മാവിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ ഇഡ്ഡലി ആയാലും ദോശ ആയാലും ഉലുവ ചേർക്കാറുണ്ട്. ദോശയ്ക്ക് മാത്രമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്കിൽ കുറച്ചധികം ഉലുവ ചേർക്കും. അതല്ല ഇഡ്ഡലിയും ദോശയും കൂടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അളവ് കുറച്ചിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. കാരണം ഇഡ്ഡലിക്ക് നമ്മൾ അത്രയധികം ഉലുവ ചേർത്ത് കൊടുക്കില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. സാധാരണ ഞാൻ ഇഡ്ഡലിക്ക് മാവ് ഉണ്ടാക്കുമ്പോൾ പിറ്റേ ദിവസം ദോശയ്ക്കും മാവ് ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലി മാത്രമാണെങ്കിലും കുറച്ച് ഉലുവ ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാനത് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കില്ലേ നമ്മൾ, അങ്ങനെ ചെയ്ത സമയത്ത് കുഴപ്പമൊന്നുമില്ല, ഉലുവ നല്ലതും ആണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ റെഡിയാക്കിയിട്ടു. പിന്നെ നമുക്ക് കുറച്ച് പണികളുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ നല്ല രീതിയിൽ കാറ്റും മഴയൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്കൊക്കെ നമ്മുടെ പണികളൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ അതേ ഞാനൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമല്ലോ എന്ന് വെച്ചാൽ തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാനുണ്ട് കേട്ടോ. അതും കൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വിറക്, ഇത് മനുവിൻ്റെ പരിപാടിയാണ് കേട്ടോ. മനു ഇവിടെ മുകളിൽ നമ്മൾ ഏട്ടൻ കാടൊക്കെ വെട്ടി നന്നാക്കി ആ ഒരു ടൈമിൽ ഉണങ്ങിയ ഇലകളൊക്കെ അങ്ങനെ കത്തിക്കില്ലേ, അങ്ങനെ ഓലക്കടിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓലക്കടി ഒക്കെ കത്തിക്കുക. അവിടെ ഒരു ചേരി എന്നുള്ളൊരു മരമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചേരി എന്നാണ് പറയണത്, വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ നീര് തട്ടേ ഒക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്ത് വെള്ളം ഉള്ള കുമിളകൾ ഇങ്ങനെ വലുതായി വരും കേട്ടോ. ചിക്കൻ ബോക്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. മേലൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ തന്നെ അലർജി ഉണ്ടാവും കേട്ടോ. എനിക്കാണെങ്കിൽ അലർജി ഉള്ള കൂട്ടത്തിലാണ്.
പക്ഷേ ഇതെനിക്കില്ലെങ്കിൽ കൂടി ഇവിടെ ഏട്ടനൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. കാടൊക്കെ വെട്ടുന്ന ആ ഒരു ടൈമിൽ എങ്ങനെ നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തയ്യോ എന്തെങ്കിലുമൊക്കെ വെട്ടി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പണി കിട്ടും. അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക, അധികം വെട്ടി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ മട്ടലൊക്കെ കത്തിപ്പോയി. അങ്ങനെ പോയപ്പോൾ മനു അതൊക്കെ അതിന് 2 ദിവസം മുന്നെയാണ് കേട്ടോ കാടൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ വെട്ടിയതിന് ശേഷം അപ്പുറത്തെ തൊടിയിൽ മരം വെട്ടാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവനത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന മട്ടലൊക്കെ അപ്പോൾ താഴെ ഇറങ്ങും, അവിടെ നിന്ന് വീണ് പോവും, താഴെ ഇറങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അവിടെ കാണാൻ വേണ്ടി പോയപ്പോൾ അവൻ അവിടെ നിന്ന് മട്ടലൊക്കെ എടുത്ത് താഴത്തേക്ക് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ റോസിലൊക്കെ ഒരു മുട്ടിട്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് റോസാ ചെടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പക്ഷേ അങ്ങനെ അങ്ങോട്ട് വളരാനുള്ളൊരു സ്പേസ് നമ്മളിവിടെ കൊടുക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ 10 മണി ചെടികൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഈ ഒരു 2 എണ്ണം കേട്ടോ. 10 മണി ചെടികൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുമല്ലോ. ഇത് നമ്മൾ വെട്ടിക്കൊടുത്തതിന് ശേഷം തെഴുത്തുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഇങ്ങനെ 2 കൊമ്പിലായിട്ട് 2 മൊട്ടുണ്ടായിരുന്നു. ഒന്നിങ്ങനെ വെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പൂസിൻ്റെയും മനുവിൻ്റെയും കൂടെ പരിപാടിയാണേ. അപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ, അതിങ്ങനെ മൊട്ട ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന അന്ന് പൂവ് ആ റോസാ മൊട്ട് വിരിഞ്ഞ് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഞാനൊരു ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അധികം അതിൽ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല പഴുത്ത മാങ്ങയൊക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ മാങ്ങ ഇതൊന്ന് ചെത്തി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിയിൽ വെള്ളം ഉണ്ടാവില്ല, മാങ്ങ മാത്രമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ കറി തീരെ ഉണ്ടാവില്ല. പിന്നെ കൈ കൊണ്ട് ഉടച്ച് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഉടച്ചിട്ടൊന്നുമില്ല. ഞാൻ അന്ന് അങ്ങനെ മാങ്ങ മാത്രം എടുത്തിട്ട് കറി വെച്ചു. പക്ഷേ കറിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ വിളമ്പാൻ നേരത്ത് അത്ര അധികം നമുക്ക് കറി ഉണ്ടാവില്ല, അതാണ് സംഭവം. മാങ്ങ എന്ന് പറയുമ്പോൾ മാങ്ങ കൂട്ടിയിട്ട് ചോറുണ്ണില്ലല്ലോ, കറിക്ക് കറി തന്നെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എന്ത് ചെയ്തു, ഇതിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കറി വയ്ക്കണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാങ്ങ വേണ്ടവർക്ക് മാങ്ങ എടുക്കുകയും ചെയ്യാം, കറി വേണ്ടവർക്ക് കറി കൂട്ടുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അത് കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല രീതിയിലും നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയാനും കാര്യങ്ങളൊന്നുമില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര വലിയ സംഭവമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാനങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതേ ഞാനൊരു ശർക്കരേൻ്റെ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഉറപ്പുള്ള ശർക്കരയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പഠിച്ച പണി 18 നോക്കിയിട്ടാണ് ഞാനതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ ഒരു ചെറിയൊരു പീസും പിന്നെ ഇത്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല പഴയ കൂട്ടുകാരുണ്ട്, പുതിയ കൂട്ടുകാരായാലും കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പറ്റണേ എന്നുള്ളത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം ഇപ്പോൾ എനിക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ മഴക്കാലം വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും. ആദ്യം ഞാൻ 1-2 വീഡിയോസ് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ മഴ വരുന്നുണ്ട് കേട്ടോ. തുടക്കത്തിൽ മാത്രമേ എനിക്ക് ഫോൺ കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നമുക്കതിൻ്റെ ഈ കാറ്റും മഴയിലും ഫോൺ എടുക്കാൻ പേടിയാണ് കേട്ടോ. ഫോൺ എടുക്കാനല്ല, ഫോൺ ഈ ടെൻഷൻ കൊണ്ട് ഫോൺ എടുക്കുന്ന കാര്യം ഓർമ്മ തന്നെ വരില്ല ചില ടൈമിൽ. അത്രയ്ക്കും പേടിയാണ് കേട്ടോ അവിടെ കാറ്റും മഴയും വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞാൻ രാത്രിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുകയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നതുകൊണ്ട് ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.